ഹലോ എവരിവൺ, മല്ലു വാലി ഇൻവെസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ ക്ലോണിംഗ് എന്ന കോൺസെപ്റ്റും ഇന്ത്യയിലെ തന്നെ പ്രമുഖ PMS സ്ഥാപനമായ മാർസിലസ് PMSൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡിസ്ക്ലോഷർ പറയാം. ഞാനൊരു സെബി അപ്രൂവ്ഡ് അഡ്വൈസറോ റിസർച്ച് അനലിസ്റ്റോ അല്ല. ഇതിലൊന്നും ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനായി പറയുന്നതല്ല. പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ബന്ധപ്പെട്ട ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ക്ലോണിംഗ് എന്ന കോൺസെപ്റ്റ്. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമുഖ ഫണ്ട് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്സ് അതേപോലെ അവരുടെ പോർട്ട്ഫോളിയോ അതേപോലെ മിമിക് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ ക്ലോണിംഗ് ഈസ് സിംപ്ലി ക്രിയേറ്റിംഗ് പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഐഡിയാസ് ഓഫ് വൺ ഓർ മോർ ഫണ്ട് മാനേജേഴ്സ്. ഓക്കെ, അതാണ് ഈ ക്ലോണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോപ്പി അടിക്കുക, വേറെ ആളുടെ പോർട്ട്ഫോളിയോ അങ്ങനെ തന്നെ കോപ്പി അടിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരിക്കലും കോപ്പി അടി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് വേർഡാണ്. പക്ഷേ നമ്മളൊരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ബിസിനസ് ഇൻഡസ്ട്രി നോക്കുമ്പോൾ കൂടിയിട്ട് പല പ്രമുഖ കമ്പനികളും ക്ലോൺ ചെയ്തിട്ടാണ്, അതിന് മുമ്പുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകളും മറ്റും ക്ലോൺ ചെയ്തിട്ടാണ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ക്ലോണിംഗ് എന്ന് പറയുന്നത് ഒരു മോശം വേർഡല്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പനികൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, അതേപോലെ മൈക്രോസോഫ്റ്റൊക്കെ അവരുടെ പല പ്രൊഡക്റ്റും അതിന് മുമ്പുള്ള പ്രൊഡക്റ്റിൽ നിന്നാണ് ക്ലോൺ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഹലോ എവരിവൺ, മല്ലു വാലി ഇൻവെസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ ക്ലോണിംഗ് എന്ന കോൺസെപ്റ്റും ഇന്ത്യയിലെ തന്നെ പ്രമുഖ PMS സ്ഥാപനമായ മാർസിലസ് PMSൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡിസ്ക്ലോഷർ പറയാം. ഞാനൊരു സെബി അപ്രൂവ്ഡ് അഡ്വൈസറോ റിസർച്ച് അനലിസ്റ്റോ അല്ല. ഇതിലൊന്നും ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനായി പറയുന്നതല്ല. പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ബന്ധപ്പെട്ട ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ക്ലോണിംഗ് എന്ന കോൺസെപ്റ്റ്. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമുഖ ഫണ്ട് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്സ് അതേപോലെ അവരുടെ പോർട്ട്ഫോളിയോ അതേപോലെ മിമിക് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ ക്ലോണിംഗ് ഈസ് സിംപ്ലി ക്രിയേറ്റിംഗ് പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഐഡിയാസ് ഓഫ് വൺ ഓർ മോർ ഫണ്ട് മാനേജേഴ്സ്. ഓക്കെ, അതാണ് ഈ ക്ലോണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോപ്പി അടിക്കുക, വേറെ ആളുടെ പോർട്ട്ഫോളിയോ അങ്ങനെ തന്നെ കോപ്പി അടിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരിക്കലും കോപ്പി അടി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് വേർഡാണ്. പക്ഷേ നമ്മളൊരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ബിസിനസ് ഇൻഡസ്ട്രി നോക്കുമ്പോൾ കൂടിയിട്ട് പല പ്രമുഖ കമ്പനികളും ക്ലോൺ ചെയ്തിട്ടാണ്, അതിന് മുമ്പുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകളും മറ്റും ക്ലോൺ ചെയ്തിട്ടാണ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ക്ലോണിംഗ് എന്ന് പറയുന്നത് ഒരു മോശം വേർഡല്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പനികൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, അതേപോലെ മൈക്രോസോഫ്റ്റൊക്കെ അവരുടെ പല പ്രൊഡക്റ്റും അതിന് മുമ്പുള്ള പ്രൊഡക്റ്റിൽ നിന്നാണ് ക്ലോൺ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു സ്പീച്ചിൽ മോനിഷ് പബ്രായി മൈക്രോസോഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് കേട്ട് നോക്കാം. Most of Microsoft's revenue comes from Windows, which was cloned, comes from Office, which was cloned. PowerPoint was actually bought from another company. Word was listed from WordPerfect. Excel was listed from Lotus, and so on and so forth. And even SQL Server
was left with Oracle, and it just goes on and on. You can look at Microsoft Money, you can look at Bing coming from Google, and so on. So, കമ്പനികളും ക്ലോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ അല്ല ഗൂഗിൾ, അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ പിന്നെ ഒരുപാട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ, ഇപ്പോൾ ഓല, അതേപോലെ ഫ്ലിപ്കാർട്ട്, ഇവരെല്ലാം ആമസോണിനെ ഉബറിനെയൊക്കെ ക്ലോൺ ചെയ്തിട്ടാണ്, അതേ ബിസിനസ് മോഡൽ ക്ലോൺ ചെയ്തിട്ടാണ് വലിയ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ മോനിഷ് പബ്രായി ക്ലോണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ദർ ആർ സോ മെനി ഗുഡ് ഐഡിയാസ് അറൗണ്ട്, യു ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഐഡിയാസ്, യു ക്യാൻ ക്ലോൺ ദം. നമുക്ക് ചുറ്റും ഒരുപാട് നല്ല ഐഡിയകളുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണം എന്നില്ല, നമുക്ക് ക്ലോൺ ചെയ്യാം. കാരണം ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള, ഓൾറെഡി അത് വർക്കാവുന്ന പ്രൂവ് ചെയ്തിരിക്കുന്ന പല ഐഡിയകളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ കുറച്ചുകൂടെ ആഡ് ചെയ്ത് ബെറ്ററായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആമസോണെ ക്ലോൺ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ മൊബൈൽ ആപ്പ് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ UI ആണ് കുറച്ചുകൂടെ ആമസോണേക്കാളും ബെറ്റർ ആയിട്ടുള്ളത്. എഗെയിൻ അത് ഓരോരുത്തർക്ക് ഓരോന്ന് തോന്നും, എങ്കിലും ഒരു കൂടുതൽ മെജോറിറ്റി ഒപ്പീനിയൻ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മികച്ചൊരു ക്ലോണറിനുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡിലേക്ക് വരുവാണെങ്കിൽ ബഫറ്റിൻ്റെ 30 ഇയർ ഹോൾഡിങ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതായത് വാരൻ ബഫറ്റ് എപ്പോഴൊക്കെയാണ് ഓരോ സ്റ്റോക്കുകൾ വാങ്ങുന്നത്, അത് പബ്ലിക്കലി എപ്പോഴാണ് അവൈലബിൾ ആവുന്നത്, പബ്ലിക്കലി ഡിസ്ക്ലോഷറിൽ എപ്പോഴാണ് അവൈലബിൾ ആവുന്നത്, ആ മാസം നമ്മൾ വാങ്ങിയിട്ട് അദ്ദേഹം എപ്പോഴാണ് വിൽക്കുന്നത്, അതായത് പബ്ലിക്കലി അദ്ദേഹം ചിലപ്പം വിൽക്കുന്നത് 1-ാം തീയതി ആയിരിക്കും, ഫെബ്രുവരി 1-നായിരിക്കും. പബ്ലിക്കലി അവൈലബിൾ ആവുന്നത് ഫെബ്രുവരി 15-നോ മറ്റേതെങ്കിലും ഡേറ്റിനായിരിക്കും. അപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആയ ഡേറ്റിൻ്റെ ആ മന്തിലെ ലാസ്റ്റ് ഡേയിലാണ് നമ്മളിത് വിൽക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ചെയ്തതെങ്കിൽ കൂടി ഏതാണ്ട് 12% അടുത്ത് S&P ഇൻഡെക്സിനെ നമുക്ക് ഔട്ട് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട് വാരൻ ബഫറ്റിനെ കുറിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ക്ലോൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ലോണിങ്ങിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡികൾ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലോണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൂവ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റാണ്, വർക്കാവും എന്നുള്ള രീതിയിൽ. അപ്പം മോനിഷ് പബ്രായി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഇൻവെസ്റ്ററാണ്, ഇന്ത്യൻ ഒറിജിൻ. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ, പബ്രായി ഫണ്ട്സ് എന്ന് പറഞ്ഞ പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ ബുക്കിലും മറ്റും, ഈ ദാന്തോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് പബ്രായി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനെ കുറിച്ചുള്ള. അദ്ദേഹം പറയുന്നുണ്ട്, ഫോളോയിങ് ഇൻ ട്രഡീഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബിൽ ഗേറ്റ്സ്, ഐ വുഡ് ലൈക്ക് ടു കൺഫസ് ദാറ്റ് പബ്രായി ഫണ്ട്സ് ഓൾസോ ഹാസ് ബീൻ ഷെയിംലെസ് ക്ലോണർ. അതായത് നാണം ഇല്ലാത്ത ക്ലോണറാണ് പബ്രായി ഫണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ മോനിഷ് പബ്രായി എന്ന് പറയുന്ന ആൾ ലോകത്തിലെ തന്നെ ഒരു മികച്ച ക്ലോണർ എന്ന് പറയുന്ന ഇതിൽ അറിയപ്പെടുന്ന ആളാണ്. അതായത് അദ്ദേഹം ക്ലോൺ ചെയ്യുന്ന വാരൻ ബഫറ്റിനെയും പ്രമുഖരെയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് മാത്രമല്ല, ഒരാൾ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ബഫറ്റെന്നും ചാർലി മങ്കറെന്നും അദ്ദേഹം ഒരുപാട് ക്ലോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിനെയും പല പോസിറ്റീവ് ആയ രീതിയിൽ ഈ ക്ലോണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എഫക്റ്റ് ചെയ്യും. പബ്രായിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമൻമെൻറ്റ് ഒരു 10ാമത്തെ കമൻമെൻറ്റിൽ അദ്ദേഹം 10 കമൻമെൻറ്റ് പറയുന്നുണ്ട്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യാം, എങ്ങനെ ഈ ക്യാപിറ്റൽ അലോക്കേഷനെ കുറിച്ചൊക്കെ പലതും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്പർ 10 കമൻമെൻറ്റിൽ അദ്ദേഹം പറയുന്നത്, തോ ഷാൽ ബി എ ഷെയിംലെസ് ക്ലോണർ. അപ്പോൾ അത് അദ്ദേഹം എപ്പോഴും എടുത്ത് പറയുന്നതാണ് ഈ ക്ലോണിങ്ങിനെ കുറിച്ചുള്ള. ക്ലോണിങ്ങിൽ നമുക്കൊരിക്കലും മറ്റുള്ളവരെ കോപ്പി അടിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി ചെയ്യുക എന്നുള്ളത് നമുക്ക് നാണം തോന്നേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 10 കമൻമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ, പുതിയൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഈവൻ എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ കൂടി ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് പോയിട്ട് കാണാവുന്നതാണ്. ഒരു 2 വർഷം 3 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. പക്ഷേ 2-2.5 മണിക്കൂറുള്ള ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം 1 മില്യൺ 1 ബില്യൺ ആക്കിയ മനുഷ്യനാണ്, ഇത് വാരൻ ബഫറ്റിനെ ക്ലോൺ ചെയ്തതിന് ശേഷം. ഇനി നമ്മുടെ ഒരു ഇന്ത്യൻ സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്ലോണിങ് 2 രീതി ചെയ്യാം. ഒന്ന്, നമുക്ക് ബ്ലൈൻഡായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററിനെ എടുത്തിട്ട് രാകേഷ് ജുൻജുംവാലയോ അല്ലെങ്കിൽ വിജയ് കേതിയോ ആരെയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലോക്കലി ഏതെങ്കിലും നല്ല ഇൻവെസ്റ്റേഴ്സിനൊക്കെ എടുത്തിട്ട് അവർ വാങ്ങുന്നതും വിൽക്കുന്നതും നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റായിട്ട് അതേപോലെ ചെയ്യാം. അതാണ് ഒരു ബ്ലൈൻഡ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ബ്ലൈൻഡ് ക്ലോണിംഗ് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല എപ്പോഴാണ് വിൽക്കേണ്ടതെന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ ബഫറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, പക്ഷെ അത്
പബ്ലിക്കലി അവൈലബിൾ ആവും പുള്ളി വിൽക്കുമ്പോഴൊക്കെ, ഡിസ്ക്ലോഷർ വരുമ്പോൾ അങ്ങനെ നോക്കാം. അതേസമയം നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ സിനാരിയോയിൽ ചിലപ്പം ചെയ്യുമ്പോൾ ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല ഒരു സ്റ്റോക്ക് വാങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പുള്ളി അത് എപ്പോഴാണ് എക്സിറ്റ് അടിക്കുന്നതെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അത്രയും അധികം ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിൽ വരൂ. 1% മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ അവർ എക്സിറ്റ് ചെയ്യുന്നത്. 1% താഴെ ഹോൾഡിങ്സിലാണെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി, ഏത് ആളെയാണ് നമ്മൾ ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി നന്നായി പഠിച്ചിരിക്കണം, നന്നായി അറിഞ്ഞിരിക്കണം. അതിപ്പോൾ ഈ സൗരവ് മുഖർജി, മാർസലസിൻ്റെ സൗരവ് മുഖർജി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എങ്ങനെയാണ്, അല്ലെങ്കിൽ രാകേഷ് ജുൻജുൻവാല ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊറിഞ്ചു വെളിയത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇവരെയൊക്കെ നോക്കി ചെയ്താൽ നമ്മൾ ട്രാപ്പിൽ പെടും, ഭയങ്കര ഡേഞ്ചറസ് ആവും. ഓക്കെ, ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി അറിഞ്ഞ് അത് നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, നമുക്കത് കൺവിക്ഷൻ, ആ സ്റ്റോക്കുകൾ നമുക്കൊരു കൺവിക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവും. അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാൻ ബുദ്ധിമുട്ടാവും, പെടും. ഓക്കെ, അതേപോലെ ബഫറ്റും ഈ വാരൻ ബഫറ്റ് വരെ പബ്ലിക്കായി അഡ്മിറ്റ് ചെയ്താണ് അദ്ദേഹം ഈ ഗ്രഹാമിനെ പോലെയുള്ള ഫണ്ട് മാനേജേഴ്സിൻ്റെ ഐഡിയകൾ ക്ലോൺ ചെയ്യുന്ന ആളാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സിനാരിയോയിലാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഫേമസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ അറിയണമെങ്കിൽ trendline.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൽ ഓരോ സൂപ്പർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് അറിയാൻ പറ്റും. അതായത് 1% മുകളിലുള്ള ഹോൾഡിങ്സ് ആണെങ്കിൽ, അതേപോലെ US ആണെങ്കിൽ ഡാറ്റ റോമ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ US ഇൻവെസ്റ്റേഴ്സിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഡാറ്റ അരാമ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ചാർലി മങ്കറിൻ്റെ പോർട്ട്ഫോളിയോ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏതൊക്കെ ഇതാണുള്ളത്, അദ്ദേഹത്തിൻ്റെ പെർസെൻറ്റേജ് ഓഫ് അലോക്കേഷൻ കാണാൻ പറ്റും. അദ്ദേഹം ബാങ്ക് ഓഫ് അമേരിക്കയിൽ 45%, വെൽസ് ഫാർഗോയിൽ 31%, അത് അറിയാൻ പറ്റും. അതേപോലെ ഇന്ത്യൻ സിനാരിയോയിലാണെങ്കിൽ ഈ trendline.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വരിക, അതിൽ സൂപ്പർ സ്റ്റാർസ് എന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. രാകേഷ് ജുൻജുൻവാല, രേഖ ജുൻജുൻവാല, ആശിഷ് തവാൻ, മുകുൾ അഗർവാൾ, ആശിഷ് കച്ചോല, ഇവർ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന 1-2 പേര് പെട്ടവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് ഏറ്റവും കൂടുതൽ കൺവിക്ഷനുള്ള സ്റ്റോക്ക് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഏതിലാണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബിർള സോഫ്റ്റ്, പോളി മെഡിക്കർ, മാസ്റ്റെക്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ട് അപ്പോളോ ട്രൈക്കോട്ട്, അക്രൈസെൽ, ഇതൊക്കെ ഒരുപാട്, ക്യാപ്ലിൻ പോയിൻ്റ്, ഇതൊക്കെ ഒരുപാട് ഇനിയും ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഒരു 3-4 പേരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടുള്ള 1-2 സ്റ്റോക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രമുഖരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം വീണ്ടും അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ മാർസെല്ലസ് PMSലേക്ക് വരാം. മാർസെല്ലസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇന്ത്യയിലെ തന്നെ പ്രമുഖ PMS സർവീസാണ്. മോസ്റ്റ് നോൺ ആൻഡ് ലാർജസ്റ്റ് PMS, ഏതാണ്ട് 5000 കോടിക്ക് അടുത്ത് AUM അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ള ഒരു PMS ആണ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നത് റോബ് കെർബിയുടെ കോഫി ക്യാൻ പോർട്ട്ഫോളിയോ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് അതുള്ളത്. അപ്പോൾ റോബ് കെർബി എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ, ഒരു US ബേസ്ഡ് ഫണ്ട് മാനേജറായിരുന്നു, ഫണ്ടിങ്ങിനെ മാനേജ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഒരിക്കൽ റോബ് കെർബിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിൻ്റെ ഭാര്യ ഒരിക്കൽ വരികയുണ്ടായി. അപ്പോൾ ക്ലയൻറ്റിൻ്റെ മരണശേഷം, അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്ലയൻറ്റിൻ്റെ കഥ അദ്ദേഹം അറിയുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ റോബ് കെർബി ഓരോ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ അത് വാങ്ങി വെക്കും $5000. അതേസമയം പുള്ളി വിൽക്കാൻ പറയുമ്പോൾ അദ്ദേഹം അത് വിൽക്കുന്നില്ല, അദ്ദേഹം ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇനി അടുത്തത് വേറെ സ്റ്റോക്ക് അദ്ദേഹം പറയുമ്പോൾ അത് വാങ്ങി വെക്കും. ഇങ്ങനെ ചെയ്ത സ്റ്റോക്കുകൾ, അതായത് റോബ് കെർബി വിൽക്കുമ്പോൾ വിൽക്കാതെ, എന്നാൽ റോബ് കെർബി വാങ്ങുമ്പോൾ വാങ്ങുകയും ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് അദ്ദേഹത്തിന് ഭയങ്കര വലിയ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ചില സ്റ്റോക്കുകളിലൊക്കെ റോബ് കെർബിയേക്ക് കിട്ടിയതിനേക്കാളും അധികം റിട്ടേൺ, അതിനേക്കാൾ 10 മടങ്ങ് റിട്ടേൺ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയ റോബ് കെർബി കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് കോഫി ക്യാൻ പോർട്ട്ഫോളിയോ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാങ്ങിയ ബൈ ആൻഡ് ഫോർഗെറ്റ് എന്നുള്ള രീതിയിലുള്ള
സ്റ്റോക്സ്, അതായത് ഏറ്റവും മികച്ച 10-15 സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതങ്ങ് വിടുക, 10-15 വർഷത്തേക്ക് അങ്ങ് വിടുക. അതാണ് ഈ കോഫി ക്യാൻ പോർട്ട്ഫോളിയോ മെത്തേഡ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ മാർസലസ് PMSൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. അവർക്ക് മെയിനായിട്ട് 3 ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന് ക്ലീൻ അക്കൗണ്ട്. അവർ അവരുടേതായ രീതിയിലുള്ള ഫോറൻസിക് അക്കൗണ്ടിങ്ങും ക്യാപിറ്റൽ അലോക്കേഷൻ അസസ്മെൻറ്റും ഒക്കെ നോക്കിയിട്ട് ക്ലീൻ അക്കൗണ്ടുള്ള കമ്പനികൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ക്ലീൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ അക്കൗണ്ടിങ് എല്ലാം പ്രോപ്പറായിരിക്കണം, ഷാഡി അക്കൗണ്ടിങ് ഇതൊന്നും ഉണ്ടാവരുത്. അതേപോലെ ക്യാപിറ്റൽ അലോക്കേഷൻ പ്രോപ്പറായിരിക്കണം. നമുക്കിപ്പോൾ ഒരു കമ്പനിക്ക് കിട്ടുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ പല രീതിയിൽ അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒന്നെങ്കിൽ അത് ഡിവിഡൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഷെയർ ബൈബാക്കിന് മറ്റും യൂസ് ചെയ്യാം. അങ്ങനെ പലതും യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ ക്യാപിറ്റൽ അലോക്കേഷൻ പ്രോപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ 1-2 ക്രൈറ്റീരിയ, ക്ലീൻ അക്കൗണ്ടും പിന്നെ ക്യാപിറ്റൽ അലോക്കേഷനും. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ക്രൈറ്റീരിയയിൽ വരുന്ന കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ കമ്പനികളിൽ എന്താണ് ഇവരുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഇവർക്ക് ഡീപ്പ് മോട്ട് ഉണ്ടോ എന്നാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ക്രൈറ്റീരിയസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസാണ്. കണ്ടിന്യൂസ് ആയി 10 ഇയറിൽ ROC നോർത്ത് ഓഫ് 20, അതേപോലെ സെയിൽസ് ഗ്രോത്ത് എബോവ് 15 അല്ലെങ്കിൽ 20, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇയർ ആഫ്റ്റർ ഇയർ ഓരോ കമ്പനികളും, അതായത് ഇയർ ആഫ്റ്റർ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കോവിഡ് ക്രാഷ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഇയർ അവർ കൺസിഡർ ചെയ്യില്ല. അതേസമയം നോർമൽ ഇയർ ഒരു കമ്പനിക്ക് മോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ഇത് ഗ്രോ ചെയ്യാൻ പറ്റണം എന്നാണ് അവരുടെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ മാർസലസ് PMS. ഇവർക്ക് 3 പോർട്ട്ഫോളിയോ ഉണ്ട്: മാർസലസ് CCP, മാർസലസ് KCP, മാർസലസ് LCP. CCP എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടർ PMS ആണ്. മറ്റേത് കിങ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലെ ലിറ്റിൽ ചാംപ്സ്. ആസ് ഓഫ് 7th ജൂലൈ ആണ് ഈ പറയുന്നത്, 7th ജൂലൈ 2021. അതേപോലെ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അപ്പോൾ ചിലപ്പോൾ അവർ നാളെ ഇതിലെ പോർട്ട്ഫോളിയോയുടെ എണ്ണം കൂട്ടിയെന്ന് വരാം, ഇതിലെ സ്റ്റോക്കുകളുടെ എണ്ണം കൂട്ടിയെന്ന് വരാം. ഇപ്പോൾ അവൈലബിളായ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടർ ഇൻസെപ്ഷൻ മുതൽ 27.6 CAGR റിട്ടേൺ തന്നിട്ടുണ്ട്. അതേപോലെ ലിറ്റിൽ ചാംപ്സ് 49.5% CAGR റിട്ടേൺ തന്നിട്ടുണ്ട്. കിങ്സ് ഓഫ് ക്യാപിറ്റൽ 30.9. നമുക്കതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് തൊട്ടടുത്തുണ്ട്. എല്ലാം ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കിങ്സ് ഓഫ് ക്യാപിറ്റൽ ഇപ്പോൾ ഔട്ട് പെർഫോം ചെയ്യുന്നില്ല, കാരണം ഇത് റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു PMS ആണ്. ഈ കോവിഡ് ക്രാഷിന് ശേഷം തുടങ്ങിയതാണ് കിങ്സ് ഓഫ് ക്യാപിറ്റൽ. ലോങ് ടൈമിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള. ഏറ്റവും ഓൾഡസ്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടറാണ്. ഏതാണ്ട് 3-4 വർഷത്തോളമായി അത് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ബെഞ്ച് മാർക്കിന് വളരെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ 1 month, 6 month, 1 year പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ, ഈ പിക്ചറിൽ കാണാവുന്നതാണ്. മാർസലസ് കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടറുടെ പോർട്ട്ഫോളിയോയിലുള്ള ആദ്യത്തെ പോർട്ട്ഫോളിയോ ആണ് ഇത്, മാർസലസ് CCP. അതിലുള്ള 10-15 ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 10-15 സ്റ്റോക്സ് ഓഫ് കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടറാണ് ഇവർ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ചില സമയത്ത് അത് എണ്ണം മാറിയെന്ന് വരാൻ 12 ആയിരിക്കാം, ചില സമയത്ത് 15 ആയിരിക്കാം. ബട്ട് യൂഷ്വലി വിൽ ബി ബിറ്റ്വീൻ 10 to 12 സ്റ്റോക്സ്. ഓക്കെ, അതിലൊന്ന് അബൌട്ട് ഇന്ത്യ, 2 ഏഷ്യൻ പെയിൻറ്റ്സ്, 3 ബർജർ പെയിൻറ്റ്സ്, 4 നെസ്ലെ, 5 പിഡിലൈറ്റ്, 6 ടൈറ്റാൻ, 7 ഡിവീസ് ലാബ്, 8 പേജ് ഇൻഡസ്ട്രീസ്, 9 റിലാക്സോ, 10 ഡോക്ടർ ലാബ് അത്ല, 11 HDFC ബാങ്ക്, 12 കോട്ടക് ബാങ്ക്, 13 ബജാജ് ഫിനാൻസ്, 14 HDFC ലൈഫ് ഇൻഷുറൻസ്. ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൽ ഒരു കോമൺ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആളുകൾക്ക് നെസസറി ആയിട്ടുള്ള എസെൻഷ്യൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നതാണ് ഇതിലെ മിക്ക കമ്പനികളും. ബാങ്ക് ആയാലും, മരുന്നായാലും, പെയിൻ്റ് ആയാലും, നെസ്ലെ ആയാലും, പിഡിലൈറ്റ് ആയാലും എല്ലാം നമുക്ക് നമ്മുടെ ലൈഫിൽ യൂഷ്വലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പലതും. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ഈ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാം, നല്ലൊരു പോർട്ട്ഫോളിയോ കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ട് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് സൗരവ് മുഖർജിനെ പറയുന്നുണ്ട്. നമുക്കത് കേട്ട് നോക്കാം. And our job in Marcellus is to look for companies who are clean, who sell essential products and services, and who are dominant monopolies. So the fund that Page runs, Kings of Capital, does this in the context of financial services,
Elsewhere in Marcellus, our colleague Ashwin Shetty does this in the context of small caps. The fund is called Little Champs. Unfortunately, we can't take any more money there. The fund is full up. And elsewhere in Marcellus, our colleague Rakshit Ranjan does exactly what you showed in that lovely book, which is he looks for large companies across sectors who are clean, selling essential products and services with very high barriers to entry. That is what an investor is there to do. An investor is not. അപ്പോൾ അതാണ് കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ നോക്കുക, പഠിക്കുക. ഇതിൽ ആസ് ഓഫ് നൗ ഇവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇതിൽ ഫിനാൻഷ്യൽ ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇത് എസെൻഷ്യൽ പ്രൊഡക്റ്റ്സ് ആണ്, മറ്റൊന്ന് ഇതെല്ലാം മിക്കതും മാർക്കറ്റ് ലീഡറോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ ആദ്യത്തെ 1-2 പ്ലെയറാണ് അതാത് ഫീൽഡിലെ. ഏഷ്യൻ പെയിൻറ്റ്സും ബർഗർ പെയിൻറ്റ്സും നോക്കുമ്പോൾ പെയിൻറ്റ് സെക്ടറിലെ ടോപ്പ് 2 കമ്പനികളാണ്. അതേപോലെ പിഡ്ലൈറ്റ് ആ ഒരു സെക്ടറിലെ അവരുടെ അഡേസീവ് സെക്ടറിലുള്ള മാർക്കറ്റ് ലീഡറാണ്. ഡിവിസ് ലാബ്, റിലാക്സോ, ഡോക്ടർ ലാബ്, പാത്ത് ലാബ്, പാത്തോളജി ലാബുകളിൽ ഉള്ള മാർക്കറ്റ് ലീഡറാണ്. ഈ പ്രൈവറ്റ് ബാങ്കുകളിലെ മാർക്കറ്റ് ലീഡിംഗ് ആണ് HDFC ബാങ്ക്. NBFCയിലെ മാർക്കറ്റ് ലീഡറാണ് ബജാജ് ഫിനാൻസ്. ഇൻഷുറൻസിലെ പ്രൈവറ്റ് ഇൻഷുറൻസിലെ മാർക്കറ്റ് ലീഡറാണ് HDFC ലൈഫ് ഇൻഷുറൻസ്. സോ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി മനസ്സിലാക്കുക, എന്ത് ക്രൈറ്റീരിയനെ വെച്ചിട്ടാണ് ഇവർ ഇത് സെലക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ക്ലോൺ ചെയ്യുമ്പോൾ എന്നിട്ട് അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇവരെ നോക്കി ക്ലോൺ ചെയ്യാവുന്നതാണ്. ഇവരുടെ രണ്ടാമത്തെ പോർട്ട്ഫോളിയോ മാർസലസ് ലിറ്റിൽ ചാമ്പ് PMS. ഇത് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആണ്. 10 to 15 സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആണ് ഇവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ 10 years കണ്ടിന്യൂസ് ROC ആ ഒരു ക്രൈറ്റീരിയ ഇതിൽ ഇപ്പോൾ അപ്ലിക്കബിൾ ആവണമെന്നില്ല സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട്. അതേസമയം ഇതൊക്കെ ഇവരുടേതായ ഫീൽഡിൽ ഇവരുടേതായ മോട്ടുകളുള്ള കമ്പനികൾ തന്നെയാണ്. മോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള കമ്പനികളാണ്. ഇപ്പോൾ ഗർവാര ടെക്നിക്കൽ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ GMM ഫോൾഡർ എടുത്ത് നോക്കുമ്പോൾ അൽക്കൈൽ അമീൻസ് എന്ന് പറയുന്നത് ഡുവോപോളിയാണ് ഇവിടെ. ബാലാജി അമീൻസും അൽക്കൈൽ അമീൻസും മാത്രമാണ് മെയിനായിട്ട് അതിൻ്റെ മോർ ദാൻ 80-90% മാർക്കറ്റ് കീഴടക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലുള്ളതാണ് അൽക്കൈൽ അമീൻ. 4 അൾട്രാ മറൈൻ ആൻഡ് പിഗ്മെൻറ്റ്സ്, 5 ഗാലക്സി സർഫക്റ്റൻസ്, 6 മോൾടെക് പാക്കേജിംഗ്, 7 അമൃതാഞ്ജൻ ഹെൽത്ത് കെയർ, 8 ഫൈൻ ഓർഗാനിക്, 9 സുപ്രജിത്ത് എഞ്ചിനീയറിംഗ്, 10 ലുമാക്സ് ഇൻഡസ്ട്രീസ്. ഇത് രണ്ടും ഓട്ടോ ആൻസിലറിയിൽ പെട്ടതാണ്. 11 വിമോട്ട് റീറ്റെയിൽ, 12 ലാഭപാല. നമ്മുടെ വീടുകളിലുള്ള പല പ്ലേറ്റുകളും മറ്റും ലാഭപാല കമ്പനിയുടേതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടായിരിക്കും. അപ്പോൾ അതേപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇവരുടെ ഈ ഒരു ബ്രാൻഡ്. പിന്നെ 13 ആവാസ് ഫിനാൻസിയേഴ്സ്, ഹോം ലോൺ കൊടുക്കുന്ന കമ്പനിയാണ്. 14 മാസ് ഫിനാൻഷ്യൽ, വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന മറ്റൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മാർസലസിൻ്റെ ലിറ്റിൽ ചാമ്പ് പോർട്ട്ഫോളിയോ. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റോക്ക് എടുത്ത് പഠിക്കുക, നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. മൂന്നാമത്തെ പോർട്ട്ഫോളിയോ ആണ് മാർസല കിങ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ, ലെൻഡേഴ്സായും നോൺ ലെൻഡേഴ്സുമുള്ള 10-15 ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ കമ്പനികളാണ് ഈ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ഇതിലുള്ള സ്റ്റോക്കുകളെല്ലാം ഇവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടും ഇവരുടെ ബ്ലോഗുകൾ വായിക്കുന്നതുകൊണ്ടും വീഡിയോസ് കാണുന്നതുകൊണ്ടും സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ ചിലതൊന്നും ഇവരങ്ങനെ പബ്ലിക്കായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ ടോക്കിൽ നിന്ന്, ഇവരുടെ ക്ലൂയിൽ നിന്നും, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൂയിൽ നിന്നും കിട്ടുന്നതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്കൊക്കെ എടുത്തിരിക്കുന്നത്. നേരത്തെ രണ്ടും ഇവർ പബ്ലിക് ആക്കിയതാണ്, CCPയും LCPയും. അതേസമയം കിങ്സ് ഓഫ് ക്യാപിറ്റൽ പബ്ലിക് ആക്കിയിട്ടില്ല. പക്ഷേ ഇവർ പറയുന്ന, അതായത് ഇപ്പോൾ ഈ അടുത്തുള്ള ഒരു വെബിനാറിൽ പറഞ്ഞിരുന്നു, ഈ ബാങ്കിൻ്റെ ബാങ്കിൻ്റെ NPA കുറിച്ചും അതേപോലെ ക്യാപിറ്റൽ അഡീക്വസി റേഷ്യോയെ കുറിച്ചും. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏത് ബാങ്കാണ് അത്, അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ് അതെന്ന് കണ്ടെത്താവുന്നത്. അങ്ങനെ കണ്ടെത്തിയതാണ് ഇതൊക്കെ. 1 HDFC ബാങ്ക്, 2 ബജാജ് ഫിനാൻസ്, 3 കോട്ടക് ബാങ്ക്, 4 ആക്സിസ് ബാങ്ക്, 5 AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, 6 മാസ് ഫിനാൻഷ്യൽ, 7 ആവാസ് ഫിനാൻസിയേഴ്സ്, 8 HDFC AMC, 9 HDFC ലൈഫ് ഇൻഷുറൻസ്, 10 ICICI ബാങ്ക്. ICICI ബാങ്ക് ഇവരുടെ പോർട്ട്ഫോളിയോയുടെ പാർട്ടായിരുന്നു തുടങ്ങിയപ്പോൾ. ഇപ്പോൾ അത് ഉറപ്പില്ല, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി 90% ICICI ബാങ്ക് ഇവരുടെ പോർട്ട്ഫോളിയോയുടെ പാർട്ടാണ്. അതേപോലെ ICICI പ്രൊഡൻഷ്യൽ ഓർ ICICI ലൊംബാർഡ് ഇൻഷുറൻസ്, ഇതിലേതെങ്കിലും ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആണ്, ഒന്ന് ജനറൽ ഇൻഷുറൻസ് ആണ്. ഏതോ ഒന്നും ഇവരുടെ പോർട്ട്ഫോളിയോയുടെ പാർട്ടാണ്. ഈ പോർട്ട്ഫോളിയോയിലുള്ളത് 8 ലെൻഡേഴ്സും 4 നോൺ ലെൻഡേഴ്സുമാണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. 1-2 സ്റ്റോക്കുകളൂടി ഇതിൽ മിസ്സിങ് ഉണ്ടാവും. പക്ഷേ ബാക്കി ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ICICI ബാങ്കും
മറ്റ് 10ഉം 11ഉം ഒഴിച്ചിട്ട് ബാക്കി 9 എണ്ണം ഷുവറായിട്ട് ഇവരുടെ പോർട്ട്ഫോളിയോ പാർട്ടാണ്. ഇത് രണ്ടിൽ ഒരു 80% ചാൻസും ഈ 2 എണ്ണം, ഈ 3 എണ്ണത്തിൽ 2 എണ്ണം ICICI ബാങ്ക്, ICICI പ്രൊഡൻഷ്യൽ, ലൊംബാർഡിലും 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഇവരുടെ പോർട്ട്ഫോളിയോ പാർട്ടാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകൾ പഠിക്കുക, എന്തിനാ ഇവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇവരുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ട് എന്തുകൊണ്ടാണ് ആ സ്റ്റോക്ക് അവർ പിക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ HDFC ബാങ്ക് എന്തുകൊണ്ടാണ് പിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അത് പ്രൈവറ്റ് ബാങ്കിൽ മാർക്കറ്റ് ലീഡിംഗ് ആണ്, അത് എസെൻഷ്യൽ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അവരുടെ ക്യാപിറ്റൽ അലോക്കേഷൻ അടിപൊളിയാണ്, അവർ എങ്ങനെയാണ് ഈ ബാങ്ക് റൺ ചെയ്യുന്നത്, ഒരു SOP ബാങ്കാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നൊരു ബാങ്കാണത്. അപ്പോൾ എന്തിനാണ് ഇവർ ഈ ബാങ്ക് പിക്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ഭാവിയിൽ HDFC ബാങ്ക് അല്ലെങ്കിൽ ബജാജ് ഫിനാൻസ് അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ അതിൽ നിന്ന് മാറുമ്പോൾ നമുക്കത് എക്സിറ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഇപ്പോൾ ലിറ്റിൽ ചാംസ് എന്നുള്ള ഒരുപാട് സ്റ്റോക്കുകൾ ഇവർ എക്സിറ്റ് ചെയ്തിരുന്നു. DCB ബാങ്കും അതേപോലെ സ്റ്റെർലിംഗ് ടൂൾസ് എന്നൊക്കെ പറയുന്നുള്ള കമ്പനികളൊക്കെ ഇവർ എക്സിറ്റ് ചെയ്തതാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർ എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നീടായിരിക്കും പ്രൈസൊക്കെ ഇടിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡായിട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓരോന്നും മനസ്സിലാക്കുക, കമ്പനികളെക്കുറിച്ച് പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവർ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പോയിൻ്റാണ് ക്ലീൻ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ കമ്പനികളെല്ലാം ക്ലീൻ അക്കൗണ്ട് ആയിട്ടുള്ള കമ്പനികളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ ഒരു നോർമൽ ഇൻവെസ്റ്ററിന് ചിലപ്പം ഫോറൻസിക് അക്കൗണ്ടിങ് ഒക്കെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഇങ്ങനെ നമ്മളൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ക്ലീൻ അക്കൗണ്ടുള്ള ഇപ്പോൾ ഒരു 30, 40, 50 കമ്പനികൾ നമുക്കിങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് സ്റ്റഡി ചെയ്യാവുന്നതാണ്. കാരണം ഇന്ത്യയിൽ 90% കമ്പനികളും ഫ്രോഡുകളാണ്. നമുക്ക് ക്യാഷ് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്ലീൻ അക്കൗണ്ട് കമ്പനികൾക്കായിരിക്കണം. ബാക്കി എല്ലാം സെക്കൻഡാണ് വരുന്നത്. നല്ല മാനേജ്മെൻ്റ് ആയിരിക്കണം. നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ അക്കൗണ്ട് ക്ലീൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വാച്ച് ലിസ്റ്റിൽ അത് ബി ആൻ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ, അതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ ഡയറക്റ്റ്ലി കോപ്പി അടിക്കുന്ന കോപ്പി കാറ്റിന് പകരം കുറച്ചുകൂടെ ഇൻ്റലിജൻറ്റ് കോപ്പി അടിക്കുന്ന ഒരാളായിട്ട് മാറുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അഭിമന്യു ചക്രവർത്തിപ്പെട്ട പോലെ അകത്തേക്ക് കയറാൻ മാത്രമേ നമുക്ക് പറ്റൂ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ ട്രാപ്പായി പോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, ഓൾമോസ്റ്റ് 25-30 മിനിറ്റ്സ് ആയി, എങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ ബൈ.